ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. വചനം പറയുകയാണ്, കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ ഉളവാകുന്നെങ്കിൽ അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ ദൈവം ദാനമായിട്ട് തന്ന ഈ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഒന്നും ക്രൂശോളം ഇല്ല. നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മുകളിൽ കർത്താവ് ഒന്നും അനുവദിച്ചിട്ടില്ല. എന്നാൽ ഇതൊക്കെ ദൈവം തന്നത് നമുക്ക് പ്രത്യാശ വരാനാണ്, നമുക്ക് അവിടെയൊക്കെ പ്രത്യാശ വർദ്ധിക്കാനാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ജീവിതത്തിനകത്ത് വന്ന ചില കഷ്ടപ്പാടൊക്കെ നമുക്ക് അനുഗ്രഹത്തിനാണ് പ്രിയരെ. അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. കർത്താവ് എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നു? പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്ന് ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. എന്തിനാണ് പ്രിയരെ? നമ്മളെല്ലായ്പ്പോഴും ആ കർത്താവിനോട് ചേർന്ന് നടക്കേണ്ടതിന്. യേശു പറഞ്ഞതുപോലെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, കാരണം എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ കാര്യസ്ഥലത്തരുത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ കഷ്ടതയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയരെ, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ആ കഷ്ടങ്ങളിലും പ്രശംസിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ, അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവ്, ചില മേഖലകൾക്കകത്ത് ആത്മസാന്നിധ്യത്തിനകത്ത് നടന്ന് ഏത് പ്രതിസന്ധികളെയും ക്രിസ്തുവിൽ ഫേസ് ചെയ്ത് കൃപയോടെ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.